ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്യൂമറേറ്റഡ് ഡാറ്റ ടൈപ്പ് എന്ന ടോപ്പിക്കാണ്. നമ്മൾ ഡാറ്റ ടൈപ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തായിരുന്നു മുമ്പൊരു വീഡിയോയിൽ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ 7-8 ഡാറ്റ ടൈപ്സ് C++ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള 7 ടൈപ്പ് ഡാറ്റ ടൈപ്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതിൽ എന്യൂമറേറ്റഡ് ഡാറ്റ ടൈപ്പ് എന്ന ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് നമ്മൾ സ്കിപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഇന്നിപ്പോൾ എടുക്കാൻ പോകുന്നത്. എന്യൂമറേറ്റഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള കീവേഡ് ENUM, enum എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള അല്ലെങ്കിൽ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഡാറ്റയാണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഈ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലാണെങ്കിൽ നമ്മുടെ ഇൻറ്റീജർ നമ്പേഴ്സ് 0, 1, 2, 3, 4 അങ്ങനത്തെ ഇൻറ്റീജർ നമ്പേഴ്സ്, അത് നെഗറ്റീവ് നമ്പേഴ്സും വരും. അപ്പോൾ അങ്ങനത്തെ ഇൻറ്റീജർ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനാണ് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ് ഉള്ളത്. അതുപോലെ തന്നെ ഡെസിമൽ വാല്യൂസ് ഉള്ളത് സ്റ്റോർ ചെയ്യാനായിട്ട് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് ഉണ്ട്. കൂടുതൽ ഡെസിമൽ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ഡബിൾ ഡാറ്റ ടൈപ്പ് ഉണ്ട്. ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാനാണെങ്കിൽ ചാർ എന്ന് പറയുന്ന ഡാറ്റ, അതായത് ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഈ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിൽ ആക്ച്വലി സ്റ്റോർ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ആൽഫബറ്റ്സും ഡിജിറ്റ്സും പിന്നെ സ്പെഷ്യൽ സിമ്പിൾസും. അപ്പോൾ ഇതൊക്കെയാണ് ക്യാരക്ടർ ഡാറ്റ ടൈപ്പിൽ സ്റ്റോർ ചെയ്യുന്നത്. ബൂളിയൻ ആണെന്ന് വെച്ചാൽ അത് 2 ടൈപ്പ് ഓഫ് ഡാറ്റയേ ഉള്ളൂ, ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. ട്രൂ എന്ന് വെച്ചാൽ 1 ആയിരിക്കും, ഫാൾസ് ആണെങ്കിൽ 0 ആയിരിക്കും. അങ്ങനെ ഈ 2 ഡാറ്റ മാത്രമേ ഈ ബൂളിയൻ എന്ന് പറയുന്നതിൽ സ്റ്റോർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ എന്യൂമറേറ്റഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അത് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. അതായത് യൂസർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പാണ്. ഈ ഇൻറ്റീജർ, ഫ്ലോട്ട്, ഡബിൾ, ക്യാരക്ടർ, സ്ട്രിങ്, ബൂളിയനൊക്കെ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് അല്ല. അതെല്ലാം C++ൽ ബിൽഡ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് ആണ്. അത് C++ എന്ന ലാംഗ്വേജിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് ആണ് ഇതെല്ലാം. പക്ഷേ ഈ എന്യൂമറേറ്റഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ, അതായത് യൂസർ തന്നെ അല്ലെങ്കിൽ പ്രോഗ്രാമർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പാണ് ഈ എന്യൂമറേറ്റഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഈ ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ച് നമുക്ക് ഓരോ പർട്ടിക്കുലർ ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാം. ആ ഡാറ്റ ടൈപ്പ് ഫോളോ ചെയ്യുന്ന വേരിയബിൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഡാറ്റ ടൈപ്പ് എന്തൊക്കെ വാല്യൂസ് സ്റ്റോർ ചെയ്യേണ്ടതുണ്ട് എന്ന് നമുക്ക് തന്നെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ 0 to 7 വരെ ഡിജിറ്റ്സ് മാത്രം സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഡാറ്റ ടൈപ്പ് വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അല്ലെങ്കിൽ ആൽഫബറ്റ്സ് ABCD എന്ന 4 ആൽഫബറ്റ്സ് മാത്രം സ്റ്റോർ ചെയ്യാനുള്ള പുതിയൊരു ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് വേണ്ട ഡാറ്റ മാത്രം, എന്തൊക്കെ ഡാറ്റ സ്റ്റോർ ചെയ്യണമെന്ന് സ്പെസിഫിക് ആയിട്ട് കറക്റ്റായിട്ട് നമുക്ക് തന്നെ ലിസ്റ്റ് ചെയ്യാൻ സാധിക്കും. ആ ലിസ്റ്റ് ചെയ്യണ വാല്യൂസ് മാത്രം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പുതിയ ഡാറ്റ ടൈപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, നമ്മുടെ ആ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട്. ആ ഡാറ്റ ടൈപ്പിന് ഒരു പേരും മെൻഷൻ ചെയ്യാം. ആ ഡാറ്റ ടൈപ്പിൽ എന്തൊക്കെ വാല്യൂസാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. ആ ഡാറ്റ ടൈപ്പിൽ നമുക്ക് ഓരോ വേരിയബിൾസും ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ യൂസറിന് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഡാറ്റ ടൈപ്പിനെയാണ് എന്യൂമറേറ്റഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി വലിയൊരു ടോപ്പിക്കാണ് എങ്കിലും പ്രോഗ്രാംസ് ഒന്നും നമുക്ക് ഈ ടോപ്പിക്കിൽ പഠിക്കാനില്ല. കാരണം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. ഇത് ഉപയോഗിച്ചുള്ള പ്രോഗ്രാം ഒന്നും എക്സാമിന് ചോദിക്കത്തില്ല, തിയറി മാത്രമേ ചോദിക്കത്തുള്ളൂ. മേ ബി ഒരു 4 മാർക്സിന് എന്താണ് എന്യൂമറേറ്റഡ് ഡാറ്റ ടൈപ്പ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ 4 മാർക്കിന് എഴുതാനായിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതേണ്ടതൊന്നും വരത്തില്ല. അതൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെയാണ്, അതൊന്നും നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ എന്യൂമറേറ്റഡ് ഡാറ്റ ടൈപ്പ് എന്താണെന്നുള്ള തിയറി പോർഷൻ മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇവിടെ ഈ എന്യൂമറേറ്റഡ് ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള കീവേഡാണ് enum എന്ന്. ഈ NUM ആണ് അതിൻ്റെ കീവേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ആദ്യം ഒരു വേർഡ് അവിടെ കൊടുക്കും. ഈ വേർഡ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പിൻ്റെ പേരാണ്, വേരിയബിളിൻ്റെ പേരല്ല. ഡാറ്റ ടൈപ്പ് നമ്മൾ ഇൻ്റ് എന്നും ചാർ എന്നും ഡബിൾ എന്നും ഒക്കെ ഓരോ ഡാറ്റ ടൈപ്പ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഇൻ്റ്, ഫ്ലോട്ട്, ഡബിൾ, ചാർ, സ്ട്രിങ്, ബോൾ, അതുപോലെ ഒരു ഡാറ്റ ടൈപ്പിൻ്റെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. enum എന്ന് എഴുതിയിട്ട് നെക്സ്റ്റ് കൊടുക്കേണ്ടത്. ഞാനിവിടെ എന്ന് പറഞ്ഞാൽ ഡേ എന്ന പേരിൽ ഒരു ഡാറ്റ ടൈപ്പാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഡാറ്റ ടൈപ്പിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ഡാറ്റ ടൈപ്പിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്ന ലിസ്റ്റ് ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ എന്തൊക്കെ ഡാറ്റയാണ് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നത് ഞാനിവിടെ കോമയിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഈ ഡേ എന്ന് പറഞ്ഞിട്ട് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ എന്ന് കൊടുത്തിട്ടുണ്ട്. അതും ഫുള്ളല്ല കൊടുത്തത്, ആദ്യത്തെ 3 ലെറ്റേഴ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ വാല്യൂസ് SUN എന്നും MON എന്നും TUE എന്നും WED എന്നും അങ്ങനത്തെ ഈ കോമയിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഡാറ്റയാണ് ആക്ച്വലി ഈ ഡേ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന വാല്യൂസ്. വേറെ ഒരു വാല്യൂസും ഈ ഡേ എന്ന് പറയുന്ന ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ ഡാറ്റ ടൈപ്പിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ വാല്യൂസ്, ഈ കൊടുത്തിരിക്കുന്ന 7 സെറ്റ് ഓഫ് വാല്യൂസ് മാത്രമേ
ഈ ഡേ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ enum എന്ന് വേർഡ് എഴുതിയിട്ട് ഡാറ്റ ടൈപ്പിൻ്റെ പേര് നമ്മൾ മെൻഷൻ ചെയ്യുക. എന്നിട്ട് കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് ശ്രദ്ധിക്കുക, കേർലി ബ്രാക്കറ്റിൻ്റെ അകത്താണ് അത് റെക്കഗ്നൈസ് ചെയ്യുന്ന ഈ ഡേ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് റെക്കഗ്നൈസ് ചെയ്യുന്ന വാല്യൂസ് ഞാനിവിടെ കൊടുത്തത്. എന്നിട്ട് ലാസ്റ്റ് സെമിക്കോളൻ കൊടുത്തു. എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഈ ഡേ എന്ന് എഴുതിയിട്ട് നമ്മൾ വേരിയബിളിൻ്റെ പേര്, ഞാൻ ഇവിടെ ഈ മെൻഷൻ ചെയ്യുന്നത് വേരിയബിൾസിൻ്റെ പേരാണ്. ഇതിപ്പോൾ നമ്മൾ ഇൻഡ് ABC എന്നോ അല്ലെങ്കിൽ ഇൻഡ് AVG, ഇൻഡ് സം എന്നൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുമല്ലോ, വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യുമല്ലോ. ആ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണിത്. ഇൻഡ് ഫ്ലോട്ട് ഡബിൾ എന്ന് നമ്മൾ എഴുതുന്നതിന് പകരം ഇവിടെ ഡേ എന്നാണ് എഴുതിയത്. കാരണം ഇത് ഡേ ആണ് ഡാറ്റ ടൈപ്പ്. ഈ ഡേ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നത്. കോമയായിട്ട് ഞാനിവിടെ 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, വീക്ക് ഡേയും വീക്കെൻഡും എന്നുള്ളത്. ഈ വീക്ക് ഡേയും വീക്കെൻഡും എന്നുള്ളത് ഡേ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിലുള്ള 2 വേരിയബിൾസാണ്. ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഈ വാല്യൂസ് മാത്രമേ ഈ 2 വേരിയബിൾസിലും സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇതിലെല്ലാം കൂടെ സ്റ്റോർ ചെയ്യണമെന്നില്ല. ഇതിലേതെങ്കിലും വാല്യൂസ് 1 2 അല്ലെ എത്രയാണെന്ന് വെച്ചാൽ ഇതിൽ ഈ കാണുന്ന വാല്യൂസ് മാത്രമേ ഈ വീക്ക് ഡേ എന്നും വീക്കെൻഡ് എന്നും പറയുന്ന വേരിയബിൾസിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എന്തൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ച് നമുക്ക് വേരിയബിൾസും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു രീതിയാണ് enumerated ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഇത് ഡേ എന്നും ഡേ ഒസിൻ്റെ ഉപയോഗിച്ചുള്ള ഞാൻ ഒരു ഡാറ്റ ടൈപ്പാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തത്. ഇത് മറ്റൊരു എക്സാമ്പിളാണ്. ഇവിടെ കളർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത്. ഡാറ്റ ടൈപ്പിൻ്റെ പേരാണ് കളർ എന്ന്. enum എന്ന് എഴുതി കളർ എന്ന് എഴുതിയിട്ട് കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് ഞാൻ കുറച്ച് കളേഴ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കളേഴ്സ് കോമായിട്ടാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ വേർഡ്സ് മാത്രമേ നമുക്ക് ഇതിൻ്റെ വേരിയബിൾസിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇങ്ങനെ ഒരു 6 കളേഴ്സ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത്. എന്നിട്ട് സെമിക്കോളൻ ഇട്ടു. എന്നിട്ട് ഈ കളർ ഡാറ്റ ടൈപ്പ് 2 വേരിയബിൾസും കൂടെ ഞാനിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, പ്രൈമറി എന്നും സെക്കൻഡറി എന്നും. അത് വേരിയബിൾസിൻ്റെ പേരാണ് ഈ പ്രൈമറി എന്നും സെക്കൻഡറി എന്നും. ഈ പ്രൈമറിയിലും സെക്കൻഡറി എന്ന് പറഞ്ഞ വേരിയബിൾസിൽ ഈ വാല്യൂസ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇതിലല്ലാത്ത ഒരു വാല്യൂസ്, ഈ കൊടുത്തിട്ടുള്ള വേർഡ്സ് അല്ലാതെ വേറെ ഒരു വാല്യൂസും സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ എനിക്ക് ഇപ്പം കളറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ബ്ലാക്ക് എന്ന കളർ എനിക്ക് പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി വേരിയബിൾസിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ബ്ലാക്ക് എന്ന് പറയുന്ന ആ കളർ, അതായത് ബ്ലാക്ക് എന്ന വേർഡ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ ലിസ്റ്റ് ഓഫ് വാല്യൂസ് നമുക്ക് ഈ ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ലിസ്റ്റ് ചെയ്യാൻ സാധിക്കും. ആ ലിസ്റ്റ് ചെയ്യുന്ന വാല്യൂസ് മാത്രമേ ആ ഡാറ്റ ടൈപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾസിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനും സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ആവശ്യപ്രകാരം ഓരോ പ്രോഗ്രാമിന് വേണ്ടി നമുക്ക് തന്നെ ഡാറ്റ ടൈപ്പും ക്രിയേറ്റ് ചെയ്യാം. ആ ഡാറ്റ ടൈപ്പ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള വാല്യൂസും നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതുപോലെ തന്നെ ആ ഡാറ്റ ടൈപ്പ് ബേസ് ചെയ്തിട്ടുള്ള വേരിയബിൾസ് നമുക്ക് ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതിനെയാണ് enumerated ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ വാല്യൂസ്, ഈ ഒരു എക്സാമ്പിൾ എടുക്കാം. ഈ ഒരു 1 2 3 4 5 6 7 ഡേയ്സ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ 7 ഡേയ്സ് ആക്ച്വലി സം എന്നും മൺ എന്നും ട്യൂ എന്നും വെഡ് എന്നും അല്ല ഈ കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്ന സംഭവം. ഈ enum എന്ന് എഴുതി ഡാറ്റ ടൈപ്പിൻ്റെ പേര് നമ്മളിവിടെ എഴുതി കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് അതിൽ സ്റ്റോർ ചെയ്യേണ്ട വാല്യൂസ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നു. ആ വാല്യൂസ് എല്ലാം ഈ 0 1 2 3 4 5 6 എന്ന വാല്യൂസ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അല്ലാതെ SUN എന്നും MON എന്നും TUE എന്ന വേർഡ്സ് ആയിട്ടല്ല സ്റ്റോർ ആവുന്നത്. ആക്ച്വലി 0 1 2 3 4 5 6 എന്ന നമ്പേഴ്സ് ആയിട്ടായിരിക്കും ഇത് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ ഇപ്പം MON അല്ലെങ്കിൽ TUE അല്ലെങ്കിൽ WED എന്നീ വേർഡ്സൊക്കെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നോക്കിയാൽ, സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നോക്കിയാൽ ആക്ച്വലി കമ്പ്യൂട്ടർ സ്ക്രീനിൽ വരുന്നത് ഈ നമ്പേഴ്സ് ആയിരിക്കും. 0 1 2 ഒക്കെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ വരികയുള്ളൂ. അതായത് സംഭവം ഈ സൺ എന്നും MON എന്നും TUE എന്നും WED എന്നൊക്കെയാണ് നമ്മൾ എഴുതുന്നത് എങ്കിലും കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നത് 0 എന്നും 1 എന്നും 2 എന്നും 3 എന്നും ഒക്കെ പറഞ്ഞായിരിക്കും. അപ്പോൾ ഈ നമ്പേഴ്സിലായിരിക്കും ഈ വാല്യൂസ് എല്ലാം കൂടെ സ്റ്റോർ ആവുന്നത്. ഈ നമ്പേഴ്സിനെ നമുക്ക് തന്നെ വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. ഇവിടെ ഡീഫാൾട്ടായിട്ട് ആദ്യം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഡാറ്റ 0 എന്ന നമ്പറിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. രണ്ടാമത് എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഡാറ്റ 1 എന്ന നമ്പറിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. മൂന്നാമത്തെ ഡാറ്റ 2 എന്ന നമ്പറിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇതല്ലാതെ നമുക്ക് തന്നെ വേണമെങ്കിൽ നമ്പേഴ്സ് സെറ്റ് ചെയ്യാനായിട്ട് വെക്കും. അതിന് ആ ഡാറ്റ എന്താണെന്ന് എഴുതി ഈക്വൽ ടു ആ നമ്പർ എന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ സൺ എന്ന് എഴുതിയിട്ട് ഈക്വൽ ടു 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 0യ്ക്ക് പകരം 1 എന്ന നമ്പറിലായിരിക്കും ഈ സണ്ണ് സേവ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആയിട്ട് ഇങ്ങനെ പോകത്തുള്ളൂ.
ഇവിടെ 1 എന്നും പറഞ്ഞ് നമ്മൾ ആദ്യം എൻ്റർ ചെയ്യുന്ന വാല്യൂവിന് 1 എന്ന് നമ്മളൊരു വാല്യൂ കൊടുത്താൽ അടുത്തതിന് വാല്യൂ കൊടുത്തില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നെക്സ്റ്റ് നമ്പറായി 2 സ്റ്റോർ ചെയ്യുന്നത്. അതിൻ്റെ അടുത്ത നമ്പർ അതിൻ്റെ അടുത്ത നെക്സ്റ്റ് നമ്പറായി 3 സ്റ്റോർ ചെയ്യുന്നത്. അതല്ല വേറെ ഏതെങ്കിലും നമ്പറിൽ സ്പെസിഫിക് ആയിട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ ആ നമ്പർ കറക്റ്റായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യണം. മെൻഷൻ ചെയ്തിട്ട് അടുത്ത വാല്യൂ എന്ന് പറയുന്നത് വീണ്ടും ആ നേരത്തെ മെൻഷൻ ചെയ്ത നമ്പറിൻ്റെ നെക്സ്റ്റ് വാല്യൂ ആയിരിക്കും. ഇവിടെ ഇപ്പം സൺ എന്ന് പറയുന്ന വേർഡ് 1 എന്ന നമ്പറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അവിടെ 0 ഇല്ല, 1 എന്ന നമ്പർ സ്റ്റോർ ചെയ്തു. അടുത്ത MON സ്റ്റോർ ചെയ്യാനായിട്ടുള്ള നമ്പർ സ്പെസിഫൈ ചെയ്തില്ല. അപ്പോൾ ഡിഫോൾട്ടായിട്ട് 1ൻ്റെ നെക്സ്റ്റ് നമ്പറായി 2 സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ ഈ TUEക്ക് 5 എന്ന വാല്യൂ ആണ് കൊടുത്തത്. 5 എന്ന നമ്പറിലായിരിക്കും TUE സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് അടുത്ത WED എന്ന വേർഡിൻ്റെ നമ്പർ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം കറസ്പോണ്ടിങ് ആയിട്ട് നെക്സ്റ്റ് നമ്പർ ഏതാണോ ആ നമ്പറിലായിരിക്കും അത് സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ അടുത്ത നമ്പർ നെക്സ്റ്റ് നമ്പറായിട്ട് അങ്ങനെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആയിട്ട് പോകും. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഈ വാല്യൂസ് ഏത് വാല്യൂവിലാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്ന്, ഏത് വാല്യൂ ആണ് ഇതിന് പർട്ടിക്കുലർ കൊടുക്കേണ്ടത് നമുക്ക് ഇവിടെ തന്നെ ഡിഫൈൻ ചെയ്യാം. ലിസ്റ്റ് ചെയ്യപ്പോൾ തന്നെ ഈക്വൽ ടു ഇട്ട് ഡിഫൈൻ ചെയ്യാം. അതല്ല എങ്കിൽ ഡീഫോൾട്ടായിട്ടുള്ള നെക്സ്റ്റ് വാല്യൂ എന്താണോ അത് ഇട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഡീഫോൾട്ടായിട്ട് ഇട്ട് അതങ്ങ് സ്റ്റോർ ആയിക്കോളും. അപ്പോൾ ഇത്രയാണ് എന്യൂമറേറ്റഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് കാണാതെ പഠിക്കുക, തിയറി ആയിട്ട് ഇതൊന്ന് പഠിച്ചാൽ മാത്രം മതി. എങ്ങനെയാണ് പ്രോഗ്രാം എഴുതേണ്ടതെന്നോ ഇത് വെച്ച് പ്രോഗ്രാം പഠിക്കേണ്ടതായിട്ടോ ആവശ്യമൊന്നുമില്ല. തിയറി മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. തിയറി മാത്രമേ ചോദിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് എന്യൂമറേറ്റഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്ന ടോപ്പിക്ക്. ബാക്കി അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു.